എല്ലാ കൂട്ടുകാർക്കും PSC എറിഡോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന കൊല്ലം, കണ്ണൂർ ജില്ലകളുടെ പാരീസ് LDCയുടെ ഫൈനൽ കീ PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരു മാറ്റവുമില്ലാതെ തുടരുന്ന നമ്മൾ ഇന്ന് രാവിലെയും പോസ്റ്റ് ചെയ്ത ഒരു 6 മാസക്കിടക്ക് 326ഓളം ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യുന്ന സാഹചര്യം വരും ദിവസങ്ങളിൽ LDCയിലും ബാധിക്കും. LDC നല്ല രീതിയിൽ ബാധിക്കും, അട്ടിമറിക്കപ്പെടും എന്നൊക്കെ നമ്മളിന്നൊരു വീഡിയോ രാവിലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും 6 മാസത്തോളം അവശേഷിക്കെ ഏകദേശം 350-നകത്ത് ചോദ്യങ്ങൾ ഡിലീഷനും ആൻസർ ചേഞ്ചും വന്നു കഴിഞ്ഞു. ഇനിയും വരും ദിവസങ്ങളിൽ അത് ആവർത്തിക്കാം എന്ന് പറഞ്ഞു തീരുന്നതിന് മുന്നേ ഇന്ന് കൊല്ലം, കണ്ണൂർ ജില്ലയുടെ LDCയുടെ ഫൈനൽ കീ PSC പ്രസിദ്ധീകരിച്ചു. ഏകദേശം 9 ചോദ്യങ്ങളോടാണ് ഡിലീറ്റ് ചെയ്യപ്പെട്ടത്. നമുക്ക് ഏതൊക്കെ ചോദ്യങ്ങളാണെന്ന് നോക്കാം. ഉറപ്പായും ഇത് നല്ല രീതിയിൽ ഈ ഒരു പരീക്ഷയെ ബാധിക്കും, എഴുതിയ ഉദ്യോഗാർത്ഥികളെ ബാധിക്കും. ഈ പറഞ്ഞ മാർക്ക് റേഞ്ചും മറ്റു അനുബന്ധ വസ്തുതകളൊക്കെ അട്ടിമറിക്കപ്പെടും, മാറിമറിയും, ഉറപ്പാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, നീതി ആയോഗിൻ്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത്? ഡിലീറ്റ് ചെയ്ത 1ാമത്തെ ക്വസ്റ്റ്യനാണ്. നീതി ആയോഗിൻ്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത്? ചോദ്യം നമ്പർ 18. അടുത്തത് 21ാമത്തെ ചോദ്യം, മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? ചോദ്യം നമ്പർ 21, ഡിലീഷൻ 2. അടുത്തത് ആദ്യം എക്കണോമിക്സ് ആയിരുന്നു 1, പിന്നീട് കോൺസ്റ്റിറ്റ്യൂഷൻ, മൂന്നാമതും കോൺസ്റ്റിറ്റ്യൂഷനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 26, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവൽ ശരിയായ പ്രസ്താവന ഏത്? ചോദ്യം നമ്പർ 26 അതും ഒരു ഭരണഘടനയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവൽ ശരിയായ പ്രസ്താവന ഏത്? അടുത്തത് ബയോളജി എന്നാണ്. ജനിതക എഡിറ്റിംഗ് സാങ്കേതികമായ CRISPR-Cas9 ഏത് മേഖലയിലാണ് വലിയ പ്രതീക്ഷ നൽകുന്നത്? ചോദ്യം നമ്പർ 38, സയൻസ് ഭാഗത്തു നിന്നാണ്. ജനിതക എഡിറ്റിംഗ് സാങ്കേതികമായ CRISPR-Cas9 ഏത് മേഖലയിലാണ് വലിയ പ്രതീക്ഷ നൽകുന്നത്? താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ സൗരോർജ്ജ വികസനത്തിനായുള്ള സ്ഥാപനം പദ്ധതി അല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ സൗരോർജ്ജ വികസനത്തിനായുള്ള സ്ഥാപനം അല്ലെങ്കിൽ പദ്ധതി അല്ലാത്തത് ഏതാണ്? ചോദ്യം നമ്പർ 46, ഡിലീഷൻ. അടുത്ത ഡിലീഷനാണ്. അടുത്തത് സുപ്രധാന നിയമങ്ങൾ എന്നാണ്. ചോദ്യം നമ്പർ 66, ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാകും? അപ്പോൾ ചോദ്യം നമ്പർ 66, ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാകും? ഇനി ഇംഗ്ലീഷിൽ നിന്നുമാണ്. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഹാൻഡ് കർച്ചീഫ് ആയിരുന്നു ചോദിച്ചിരുന്നത്. 81ാമത്തെ ചോദ്യം ഇംഗ്ലീഷ് വിഭാഗത്തിൽ നിന്നും ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ് ആണ്. ഹാൻഡ് കർച്ചീഫാണ് ഡിലീറ്റ് ചെയ്യപ്പെട്ടത്. അടുത്തത് സിനോണിമാണ്. ഫാസിമെയിൽ മീൻസ്. 84ാമത്തെ ചോദ്യം ഇംഗ്ലീഷിലെ 2ാമത്തെ ഡിലീറ്റ് ചെയ്യപ്പെട്ട ചോദ്യം ഫാസിമെയിൽ മീൻസ് 84ാമത്തെ ചോദ്യമാണ്. ഇംഗ്ലീഷിൽ നിന്ന് 3ാമത്തെ ചോദ്യം ഡിലീറ്റ് ചെയ്യപ്പെടുന്നു. ലെപ്റ്റോസ്പൈറോസിസ് ഈസ് റിലേറ്റഡ് വിത്ത് 87. ഇതെന്തുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്യുന്നത് വെച്ചാൽ അറിഞ്ഞൂടാ. 87 ലെപ്റ്റോസ്പൈറോസിസ് റിലേറ്റഡ് വിത്ത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഡിലീറ്റ് ചെയ്യപ്പെട്ടത്. ഒന്നും കൂടെ നമുക്ക് നോക്കാം. 87, 84, 81, അതായത് ഇംഗ്ലീഷിൽ നിന്ന് 3ഓളം ചോദ്യങ്ങൾ. അതുപോലെ തന്നെ 66ാമത്തെ ചോദ്യം സുപ്രധാന നിയമങ്ങളിൽ നിന്നും. അങ്ങനെ 4 ചോദ്യങ്ങളായി. പിന്നീട് താഴെ പറയുന്നവൽ ഇന്ത്യയുടെ സൗരോർജ്ജ വികസന സ്ഥാപനം അല്ലെങ്കിൽ പദ്ധതി അല്ലാത്തത് ഏത്? 5 ആയി ചോദ്യങ്ങളുടെ എണ്ണം. ഡിലീറ്റ് ചെയ്യപ്പെട്ട ചോദ്യ നമ്പർ കൃത്യമായി നോക്കി വയ്ക്കുക. അതിനാസ്പദമായി ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്യുക. അടുത്ത 38ാമത്തെ ചോദ്യം 6ാമത്തെ ഡിലീഷനാണ്. 38, ജനിതക എഡിറ്റിംഗ് സാങ്കേതികത CRISPR-Cas9 ഏത് മേഖല വലിയ പ്രതീക്ഷ നൽകുന്നു? 6ാമത്തെ ചോദ്യമാണ്.
പിന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ബന്ധപ്പെട്ട് താഴെ പറഞ്ഞ ശരിയായ പ്രസ്താവന ഏത്? ചോദ്യം നമ്പർ 26. ഏഴാമത്തത്. എട്ടാമത്തതും ഭരണഘടനയിൽ നിന്നാണ്. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? ചോദ്യം നമ്പർ 8 ഡിലീഷൻ. ഇനി ചോദ്യം നമ്പർ 9 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ നമ്പർ 18 ഡിലീഷൻ നമ്പർ 9 നീതി ആയോഗിൻ്റെ ചുമതലകൾ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത്? അങ്ങനെ 9ഓളം ചോദ്യങ്ങളാണ് ഡിലീറ്റ് ചെയ്യപ്പെട്ടത്. 9ഓളം ചോദ്യങ്ങൾ. ഉറപ്പായും ഈ പറഞ്ഞ മാർക്ക് റേഞ്ചുകളും കട്ട് ഓഫ് റേഞ്ചുകളും പ്രഡിക്ഷൻ, അതായത് കട്ട് ഓഫ് പ്രഡിക്ഷൻ നമ്മൾ ഉൾപ്പെടെ പല ചാനലും നടത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ തീർച്ചയായും അട്ടിമറിക്കപ്പെടും. അതൊന്നും ആയിരിക്കില്ല കട്ട് ഓഫ്. കാര്യം ഇനി ഔട്ട് ഓഫ് 91 ആണ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. 91 മാർക്കിനാണ് ചോദ്യപേപ്പർ വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായും അതിന് ആനുപാതികമായ ഒരു ചേഞ്ച് ഉണ്ടാവും. തീർച്ചയായും വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് ഡിലീറ്റ് ചെയ്യപ്പെട്ടത്. അതായത് ഒരുവിധം ഉദ്യോഗാർത്ഥികൾ എഴുതി ശരിയാക്കേണ്ട ചോദ്യോത്തരങ്ങളാണ് തീർച്ചയായും ഡിലീറ്റ് ചെയ്യപ്പെട്ടത്. എന്നാൽ ഇതിനേക്കാളും ഡിലീറ്റ് ചെയ്യാൻ അർഹതയുള്ള ചോദ്യങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിലനിൽക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഏറ്റവും ഉദ്യോഗാർത്ഥികൾ ശരിയാക്കും എന്ന് ഉറപ്പുള്ള ചോദ്യങ്ങളാണ് ഡിലീറ്റ് ചെയ്യപ്പെട്ടു പോയിരിക്കുന്നത്. അത് തീർച്ചയായും ഈ ഒരു പരീക്ഷയെ ബാധിക്കും, കൃത്യമായും ബാധിക്കും. പല .33 പോലും വില വരുന്നൊരു സാഹചര്യം ഉടലെടുക്കും. .33 പല റാങ്കുകളും അട്ടിമറിക്കപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കും. കാര്യം PSC ഡിലീറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ശരിയാക്കുന്ന ചോദ്യങ്ങളാണ് ഈ തരത്തിൽ ഡിലീറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ഇതിൻ്റെ ഒരു തീവ്രത വർദ്ധിപ്പിക്കുന്നു. അതായത് വല്ല റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളോ അല്ലെങ്കിൽ തീർച്ചയായും ഇതിൽ ഡിലീറ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഏറ്റവും സിമ്പിളായി ഒരുമാതിരിപ്പെട്ട ഉദ്യോഗാർത്ഥികൾ എഴുതി ശരിയാക്കുമെന്ന് ഉറപ്പുള്ള ചോദ്യങ്ങളാണ് ഡിലീറ്റ് ചെയ്യപ്പെട്ടു പോകുന്നത്. തീർച്ചയായും ചിലപ്പോൾ ഈ ഡിലീഷൻ്റെ അല്ലെങ്കിൽ 9ഓളം ഡിലീഷനുകൾ വരുമ്പോൾ കൂട്ടിവെച്ച മാർക്കിൽ നിന്നും 5, 6, 7 മാർക്കുകൾ കുറയുകയും ഈ പറഞ്ഞ മാർക്ക് റേഞ്ചിൽ നിന്ന് കുത്തനെ താഴേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവും. പക്ഷേ ഈ മാർക്ക് റേഞ്ചിൽ അല്ലെങ്കിൽ 9ഓളം ഡിലീഷൻ വരുമ്പോൾ അത് ചിലപ്പോൾ സൗഭാഗ്യം കിട്ടുന്ന ചില ഉദ്യോഗാർത്ഥികളുണ്ടാകും. ചിലപ്പോൾ ഈ 9 ക്വസ്റ്റ്യനുകൾ 7 ക്വസ്റ്റ്യനുകൾ തെറ്റിയവരുണ്ടാകാം. അവർക്ക് ഇതൊരു ബോണസാണ്. എങ്കിലും അങ്ങനെ ബോണസ് സാധാരണ വരാറില്ല. കാര്യം PSC റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളൊന്നും അല്ല സാധാരണ ഇത് ഡിലീറ്റ് ചെയ്യാറ്. ഏറ്റവും സിമ്പിളായി ഒരുമാതിരിപ്പെട്ട ഒരു 60% മേലെ ഉദ്യോഗാർത്ഥികളും ശരിയാക്കുന്ന അല്ലെങ്കിൽ ഒരുവിധം PSCക്ക് ആത്മാർത്ഥമായി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ശരിയാക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് PSC കാലാന്തരത്തിൽ ഡിലീറ്റ് ചെയ്യപ്പെട്ടു വരുന്നത്. അത് ഇവിടെയും ആവർത്തിച്ചു. അത് തിരുവനന്തപുരത്തെ ആവർത്തിച്ചു, ഖാദി ബോർഡിൽ ആവർത്തിച്ചു, ഇവിടെയും ആവർത്തിച്ചു. അപ്പോൾ ഇത് വല്ലാത്തൊരു പ്രഹസനമാണ്. ഇത്രയും നല്ലൊരു അക്കാഡമിക് കമ്മിറ്റിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നൽകാൻ കൊടുക്കുന്നു, അവർ വിലയിരുത്തുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നു. ശേഷം ഇത്രയും വലിയൊരു ഡിലീഷൻ്റെ ഒരു മഹാമഹം. ഇനി വരുന്ന ഘട്ടങ്ങളും ഉറപ്പായും നേരിടേണ്ട ഏറ്റവും വലിയ വിപത്ത് ഇത് തന്നെയാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ നേരിടാമെന്ന് ചോദിച്ചാൽ ഇപ്പോഴും അപ്രസക്തമാണ്. PSCക്ക് മാത്രമേ അറിയാവൂ. PSCയോട് ഇതിനെന്തെങ്കിലും പ്രതീതി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ PSC പറയുന്നത് ക്വസ്റ്റ്യൻ്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുമെന്നാണ്. അതായത് ഒരു ക്വസ്റ്റ്യനിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പൂർണ്ണമായും അതിനെ യുക്തിഭദ്രമാക്കുമ്പോൾ അല്ലെങ്കിൽ ശരിയാക്കത്തവണ്ണമാക്കുമ്പോൾ അതിൻ്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുമെന്നാണ് PSCയുടെ വാഗ്വാദം. അത് എന്തു തന്നെ ആയിക്കോട്ടെ, പക്ഷേ ഇത് കുട്ടികളുടെ കഞ്ഞിയിൽ മണ്ണ് മാരിയിടുന്ന ഏർപ്പാടാണ് എന്നുള്ള സത്യസന്ധമായ വസ്തുതയാണ്. തീർച്ചയായും ഈ ഒരു ഡിലീഷൻ കണ്ടിട്ട് ഇപ്പോൾ പലരും മാർക്ക് കുറഞ്ഞിട്ടുണ്ടായിരിക്കും. നിങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇത് ഒരാളെ ബാധിക്കുന്നതല്ല, അല്ലെങ്കിൽ 1, 2 പേരെ ബാധിക്കുന്നതല്ല. തീർച്ചയായും ഈ പരീക്ഷ എഴുതിയ സിംഹഭാഗം പേരെയും ഇത് ബാധിക്കും, ഉറപ്പായി ബാധിക്കും. കാര്യം ഏറ്റവും സിമ്പിളായ അല്ലെങ്കിൽ ഏറ്റവും ഉദ്യോഗാർത്ഥി ശരിയാക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യനാണ് ഡിലീഷൻ പെട്ട് പോയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും അതിൻ്റെ ഒരു അലയൊളി എല്ലാവരെയും ബാധിക്കും. അല്ലാതെ എനിക്ക് മാത്രമാണോ ഈ 9 ചോദ്യം ഡിലീറ്റ് പെട്ടു പോയി, എൻ്റെ മാർക്ക് മാത്രം പോയി, ഞാൻ മാത്രം ലിസ്റ്റ് ചെയ്ത് പുറത്താവും, അങ്ങനെ ഒന്നുമില്ല. കാര്യം ഈ ഡിലീറ്റ് ചെയ്യപ്പെട്ട ചോദ്യങ്ങളൊന്നും റാങ്ക് മേക്കിംഗ് അല്ല, എല്ലാവരും എഴുതുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബാധിച്ചത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇത് ബാധിക്കപ്പെട്ടത് അതുപോലെ തന്നെയായിരിക്കും ഒരുവിധം പഠിച്ചെഴുതിയ എല്ലാ ഉദ്യോഗാർത്ഥികളെയും ബാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും പേടിക്കേണ്ട. പക്ഷേ നിങ്ങൾ വരുത്തിയ ചില നെഗറ്റീവുകൾ ഇപ്പോൾ വലിയ വില പറയേണ്ടി വരും. കാര്യം കട്ട് ഓഫ് താരതമ്യേന താഴേക്ക് പോകും. അപ്പോൾ തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും പറയാനില്ല. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. PSCയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കാൻ തീർച്ചയായും ശ്രമിക്കും. ലൈക്കൊന്നും ചെയ്തില്ലെങ്കിലും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. കാര്യം ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ പറയുന്നതിലുള്ള ഒരു വിരോധാഭാസമാണ്. അത് ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം കമൻറ്റിലൂടെ. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നില്ല. നിങ്ങൾക്ക് അത്ര നല്ല ശുഭമായിരിക്കും ഈ ദിവസം. എങ്കിൽ പോലും നമ്മൾ ഈ സാഹചര്യത്തിൽ നേരിട്ടേ മതിയാവും. ഉറപ്പായും
അത്യാവശ്യം നന്നായി പഠിച്ച എല്ലാവർക്കും തന്നെ സർക്കാർ ജോലി കിട്ടുന്ന ആത്മാർത്ഥത പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.